അയ്യപ്പസന്നിധിയിൽ സന്നദ്ധ സേവനവുമായി നീലഗിരിയിൽ നിന്നുള്ള യുവാക്കൾ. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ നിന്നുള്ള വിക്കി എന്ന വിഘ്നേഷ് ബംഗളൂരുവിലെ സൂപ്പർ മാർക്കറ്റിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയാണ്. ജോലിയിൽ നിന്നും അവധിയെടുത്താണ് ഈ ശബരിമല തീർത്ഥാടന കാലത്ത് സന്നദ്ധ സേവനം നടത്താനെത്തിയത്. വിക്കിക്കൊപ്പം 68 പേരടങ്ങിയ സംഘമാണ് ഉള്ളത്. വിക്കി മാത്രമല്ല, സൂര്യ, രഞ്ജിത്ത്, ആർ പ്രദീപ്, ഷാറൂൺ, അമർദേശ് തുടങ്ങി 68 പേരുടെ സംഘമാണ് ശബരിമലയിൽ സന്നദ്ധ സേവനത്തിന് എത്തിയിട്ടുള്ളത്. സന്നിധാനത്തേക്കുള്ള വഴികളിൽ ക്ഷീണിതരായി തളർന്നു പോകുന്നവരെയും പ്രായാധിക്യം മൂലം അവശത അനുഭവിക്കുന്നവരെയും സ്ട്രെച്ചറിൽ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുന്ന സ്ട്രെച്ചർ സംഘത്തിലെ അംഗങ്ങളാണ് ഈ യുവാക്കൾ. മാനവ സേവയാണ് യഥാർത്ഥ ഈശ്വര സേവയെന്ന് തിരിച്ചറിഞ്ഞാണ് ടീം ലീഡർ ജിനീഷ് ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ ഇവരുടെ സൗജന്യ സേവനം. മലയാളികൾ ഉൾപ്പെടെ ഊട്ടി, ഗൂഡല്ലൂർ എന്നിവിടങ്ങളിൽ നിന്നും തമിഴ്നാട്ടിലെ മറ്റു സ്ഥലങ്ങളിൽ നിന്നുമുള്ളവർ സംഘത്തിലുണ്ട്. കഴിഞ്ഞ 6 വർഷത്തിലധികമായി ഇവർ സൗജന്യ സേവനത്തിന് ശബരിമലയിലെത്തുന്നു. എല്ലാവരും നാട്ടിൽ വിവിധ ജോലി ചെയ്യുന്നവരാണ്. എല്ലാ മണ്ഡലകാലത്തും സന്നദ്ധ സേവനത്തിനായി ഇവർ ശബരിമലയിലെത്തും. ദേവസ്വം ബോർഡിന്റെ ഏകോപനത്തിലാണ് ഇവരുടെ പ്രവർത്തനം. പാണ്ടിത്താവളം, അപ്പാച്ചിമേട്, ശരംകുത്തി, നീലിമല, മരക്കൂട്ടം എന്നിവിടങ്ങളിലായി 7 അംഗ സംഘമായി തിരിഞ്ഞാണ് ഇവരുടെ പ്രവർത്തനം. സത്രം, പുല്ലുമേട്, കാനനപാത വഴി സന്നിധാനത്തേക്കെത്തുന്ന അയ്യപ്പ ഭക്തരിൽ അവശത അനുഭവിക്കുന്നവരെ സ്ട്രെച്ചറിൽ സന്നിധാനത്തേക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനായി എത്തിക്കുകയാണ് പാണ്ടിത്താവളത്തിലുള്ളവർ. പുല്ലുമേട് വഴിയുള്ള കാനനപാത താണ്ടുന്ന പ്രായാധിക്യം മൂലം അവശരായി പോകുന്ന നിരവധി പേരെയാണ് ഇവർ സ്ട്രെച്ചറിൽ പാണ്ടിത്താവളത്തിലേക്ക് എത്തിക്കുന്നത്. മികച്ച ശാരീരിക ക്ഷമതയുള്ളവർ മാത്രമേ കാനനപാത തിരഞ്ഞെടുക്കാവൂ എന്ന് ഇവർ വ്യക്തമാക്കുന്നു. കേരളത്തിൽ നിന്നും സന്നദ്ധ സേവനത്തിന് താല്പര്യമുള്ള യുവാക്കൾ മുന്നോട്ട് വരണമെന്ന് ടീം ലീഡർ ജിനീഷ് പറയുന്നു. 1 മാസത്തോളമായി ജിനീഷ് ഇവിടെ സേവനം നൽകി വരികയാണ്. 10 ദിവസത്തേക്കാണ് ഒരു പോയിന്റിൽ ഒരു ടീം സേവനം ചെയ്യുക. തുടർന്ന് അടുത്ത ടീം എത്തും. ഈ രീതിയിൽ ഓരോ പോയിന്റിലും മാറി മാറിയാണ് ഇവരുടെ സേവനം. വനംവകുപ്പും പോലീസും എല്ലാവിധ പിന്തുണയും നൽകുന്നുണ്ടെന്ന് സംഘങ്ങൾ പറഞ്ഞു. ഇവരുടെ സേവനം അടിയന്തര ഘട്ടങ്ങളിൽ ഏറെ വിലപ്പെട്ടതാണെന്ന് ഉദ്യോഗസ്ഥരും സാക്ഷ്യപ്പെടുന്നു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.